എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന രവീന്ദ്രൻ ചന്ദ്രമതിയെ കുറച്ച് ഉപദേശിക്കുന്നൊക്കെയുണ്ട്. വർഷയുടെ ശ്രീകാന്തിനെ രേവതിയുടെ എല്ലാവരും കാര്യം പറഞ്ഞു. കാരണം മക്കളെ എല്ലാവരും മൂന്നുപേരെ ഒരേപോലെ നീ കാണണം. കാരണം അവര് മരുമക്കളായിട്ടല്ല മക്കളായിട്ട് നീ കാണണം എന്നൊക്കെ പറയണം. വേർതിരിവ് കാണിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം രവീന്ദ്രൻ കിടന്ന് ഉറങ്ങുവാണ്. ചന്ദ്രമതിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. രവിയേട്ടൻ കിടന്ന് ഉറങ്ങുന്നു, തനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഓർത്ത് ചന്ദ്രമതി ഇരിക്കുകയാണ്. ആ സമയത്ത് നേരെ ശ്രുതി കുറച്ച് പാലൊക്കെ ആയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ശ്രുതി വെച്ച് ആഹാ പാലൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ നമ്മുടെ ആദ്യരാത്രിയാണെന്ന് നിൽക്കും. ദേ മിണ്ടാതെ പൊക്കോടുന്നു. ആദ്യരാത്രി അതെ എന്താ ആദ്യരാത്രി? ഇന്നിപ്പോ അവരുടെ ആദ്യരാത്രി അല്ലേ വർഷയുടെ ശ്രീകാന്തിനെ. പിന്നെന്താ നമുക്ക് ആദ്യരാത്രി ആഘോഷിച്ചാലോ? ഇത് എത്രാമത്തെ രാത്രിയാന്ന് വല്ല അറിയാവോ? അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എണ്ണി നോക്കിയിട്ടേ ആ രാത്രി അങ്ങോട്ട് ആഘോഷിക്കാന്ന് പറയാം. മിണ്ടാതെ പൊക്കോന്നൊക്കെ പറഞ്ഞാൽ ശ്രുതി ദേഷ്യപ്പെടുവാണ്. അല്ല ഇതെന്താ പിന്നെ പാലൊക്കെ ആയിട്ട്? അത് പിന്നെ അവർക്ക് എടുത്തതിന്റെ കുറച്ച് പാല് മിച്ചം വന്നു, അതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് വന്നാന്ന് പറയണം. ഓ എന്നും പറഞ്ഞോണ്ട് ശ്രുതി എന്തിനാ ശ്രുതിനെ പിടിച്ചിരുത്താണ്. പിന്നീട് പറഞ്ഞു ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി സൗന്ദര്യം കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞ്? കവിളൊക്കെ നല്ല തുടുത്തിരിക്കുക. മതി മതി, എനിക്ക് മനസ്സിലായി എങ്ങോട്ടായി പോക്കുന്ന. ഇവിടെ കൂടെ നിർത്തിയാരെ. രാവിലെ എഴുന്നേറ്റ് നാളെ നേരത്തെ പോണെന്ന് പറയാം, നേരത്തെ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ. അല്ല അവരൊക്കെ പോയി കിടക്കാൻ പോയില്ലേ നിൽക്കും. പക്ഷേ എനിക്കാണെങ്കിൽ എന്തോ ഒരു സംശയം ഉണ്ടെന്ന് പറയണേ. എന്ത് സംശയം? അല്ല ഇന്ന് എന്നെ കണ്ടില്ലേ, അമ്മയ്ക്കിപ്പൊ എന്നോട് ആ പഴയ ആ സ്നേഹം ഇല്ലാന്ന് തോന്നേ. എന്താ അങ്ങനെ തോന്നാൻ കാരണം? അമ്മയ്ക്കിപ്പൊ വർഷയോട് സ്നേഹം കൂടുതലാണോ എന്നൊരു തോന്നല്. മുമ്പ് ഞാൻ വന്നു കഴിഞ്ഞപ്പോ എന്നെയായിരുന്നു അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് വർഷയോട് ആ സ്നേഹം ഉണ്ടെന്ന് തോന്നേ. അത് മാത്രല്ല ഇപ്പം രേവതിയോട് അച്ഛൻ സ്നേഹം കാണിക്കുന്നുണ്ട്. എന്നോട് ഇത്രയും കാലം അമ്മയായിരുന്നു. ഒരു പക്ഷെ നാളെ വർഷയോട് അമ്മ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള സ്നേഹം അമ്മയ്ക്ക് കുറഞ്ഞു പോകുന്നു പറയാം. അങ്ങനെയൊക്കെ സംഭവിക്കോ? പറയാൻ പറ്റില്ല. അമ്മയല്ലേ, ചിലപ്പോ അവൾക്ക് ഇത്തിരി പണം കൂടുതലാന്ന് ഓർത്തുണ്ട്. പണം അവൾക്ക് കൂടുതലാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പക്ഷെ നിന്റെ അച്ഛനല്ലേ മലേഷ്യയിലൊക്കെ ജോലി ചെയ്യുന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്നേ, അപ്പൊ നമുക്കല്ലേ പണം കൂടുതല്. പിന്നെ നീ എന്തിനാന്ന് നിൽക്കും. എന്നാലും ഒരു കാര്യം ചെയ്യണം, ആ വർഷേനെ ശ്രീകാന്തിനെ നമ്മളോടൊപ്പം നിർത്തണം. എന്താ അങ്ങനെ പറഞ്ഞേ? ഒരു പക്ഷെ നാളെ വർഷ ശ്രീകാന്തും ആ രേവതിയോടും സച്ചിയോടും ഒപ്പം നിൽക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വിനയായി തീരും. അവരെ നമ്മുടെ കൂടെ നിർത്തണം. നമുക്ക് അതുകൊണ്ട് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു ശരിയാ, അത് കുഴപ്പമില്ല. ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഐഡിയ തന്നെയാണ്. ഒരു പക്ഷെ രേവതിയോട് അവൾക്ക് ഇപ്പോഴും തന്നെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നേ ആ വർഷയ്ക്ക്. അതൊരു കാരണവശാലും പാടില്ല. നമ്മുടെ കൂടെയാണ് അവർ നിൽക്കാനായിട്ട്. നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലും നമ്മുടെ കൂടെ അവിടെ നിൽക്കണ്ടെന്നൊക്കെ ചോദിക്കുവാണ്. അത് ശരിയാ, എന്നാ എനിക്ക് കിടന്ന് ഉറങ്ങാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് കിടക്കുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് മുറിയിലേക്ക് വരികയാണ്. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വർഷം മുറിയിലുണ്ട്. മുറി ആകെപ്പാടെ വർഷം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്, കൊള്ളാവോ സെറ്റപ്പ് എന്ന് ചോദിക്കണം. കുഴപ്പമില്ല, നമ്മുടെ ആദ്യ രാത്രിയിലേ നിൽക്കും. ആദ്യ രാത്രിയോ? ഇത് എത്രാമത്തെ രാത്രിയാന്ന് അറിയാവോ? അല്ല ഒഫീഷ്യലായിട്ടുള്ള വീട്ടിൽ വന്നതിന് ശേഷമുള്ള. ഓ മനസ്സിലായി. അല്ല എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ആദ്യ രാത്രി ഇന്നല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാം. അത് ശരി തന്നെയാ. നിനക്ക് ഇവിടേക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവരോടും സംസാരിക്കാം. പക്ഷേ എങ്കിലേ ഒരു കാര്യമുണ്ടെന്ന് പറയും. എന്ത്? എനിക്ക് രേവതി എടുത്തൊരു കാര്യം ഓർത്ത് നല്ല വിഷമമാണെന്ന് പറയണം. ഇപ്പൊ എന്താ അങ്ങനെ കാരണം? ആ സച്ചിയേട്ടനെ പോലുള്ള ആളുടെ കൂടെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം സച്ചിയുടെ സ്വഭാവം മനസ്സിലായല്ലോ. എന്തൊരു വൃത്തിയുടെ സ്വഭാവം. അയാളുമായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു നീ ഉദ്ദേശിക്കുന്നല്ലോ അല്ല സച്ചേട്ടൻ ആള് പാവ, അതെനിക്ക് നിനക്ക് തോന്നുന്നു പറയണം. പിന്നെ പാവം, എനിക്ക് അത്ര പാവത്താനൊന്നും ആയിട്ട് തോന്നില്ലെന്ന് പറയണം. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു ഇത് കണ്ടോ, ഇതെല്ലാം നമുക്ക് വേണ്ടി ആരോ ഇരിക്കാന്നറിയോ? രേവതി ചേച്ചിയാന്ന് പറയണം. അതാ ഞാൻ പറഞ്ഞ ചേച്ചി പാവം എന്നുള്ള കാര്യം. പാവമൊക്കെ തന്നെയാ. നമുക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് സമയത്താണെങ്കിൽ എത്രമാത്രം റിസ്ക് എടുത്തു. അവസാനം ചേച്ചിയുടെ ജീവിതം പോലും തകരുമെന്ന് വന്നില്ലേ? അതൊക്കെ ശരി തന്നെയാന്ന് പറയണം. എനിക്ക് വേണ്ടിയിട്ടാ അച്ഛൻ ഇപ്പൊ ഈ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നത്, എന്നെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടി അച്ഛൻ എന്തും ചെയ്യും. കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്കാണെങ്കിൽ എഞ്ചിനീയറിംഗിന് അങ്ങനെയൊക്കെ വിടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഷെഫ് ആകാനായിട്ടായിരുന്നു. അവസാനം അച്ഛൻ പറഞ്ഞു അവന്റെ ആഗ്രഹം എന്താണെന്ന് നടക്കട്ടെ, അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഷെഫ് ആകാനായിട്ട് വിട്ടേന്ന് പറയാം. കൊള്ളാലോ. പക്ഷെ എനിക്ക് അച്ഛൻ ആ സന്തോഷം കൊടുക്കാൻ സാധിച്ചില്ലോ പക്ഷേന്ന് പറയാം. എന്താ അങ്ങനെ പറഞ്ഞു? അച്ഛന്റെ ആഗ്രഹത്തിനൊത്തും ഞാൻ ഉയർന്നില്ലല്ലോ. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ചെയ്തില്ലേ.
ഞാൻ ഒളിച്ചോടിപ്പോയി നിന്നെ കല്യാണം കഴിച്ചില്ലെന്നൊക്കെ ചോദിക്കുമോ? ഓ അതാണോ? ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറയണം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, നമ്മൾ എന്തിനാ വെറുതെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കണേന്ന് ചോദിക്കുക. അല്ല, നിനക്കും ഇപ്പൊ സന്തോഷമായില്ലേ? അങ്ങനെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാലും ദേ നിനക്ക് ഇത്ര നല്ലൊരു ജീവിതം കിട്ടിയില്ലേ, ഇത്ര നല്ല ആൾക്കാരെ കിട്ടിയില്ലേ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എനിക്ക് നിങ്ങളുടെ സച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴാ ദേ വീണ്ടും വീണ്ടും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. സച്ചേട്ടൻ നല്ലവനാന്നുള്ള കാര്യം എനിക്കറിയാം. അത് നീ വഴിയെ മനസ്സിലാക്കൂന്ന് പറയാം. പിന്നെ മനസ്സിലാക്കുമ്പോൾ എത്ര വട്ടം ശ്രീകാന്തിനെ അടിച്ചിട്ടുണ്ട്, അതൊക്കെ എന്റെ കൺമുന്നിൽ നിന്ന് അങ്ങനെ മായുവോന്ന് ചോദിക്കുകയാണ്. ദേ നമ്മുടെ ആദ്യരാത്രി എന്നുള്ള കാര്യം മറന്നുപോയോ? അവരെ കുറിച്ച് പറഞ്ഞ് നമ്മുടെ ഉള്ള സമയം എന്തിനാ നമ്മള് നശിപ്പിക്കണേ? പിന്നെ ഒരു ആദ്യരാത്രി വന്നിരിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, ഓ ഇപ്പൊ പിന്നെ പുച്ഛമായിരിക്കുമല്ലോ. എന്തൊക്കെയായിരുന്നു ആദ്യം ആ പ്രണയിച്ച് നടന്ന സമയത്ത് ഞാനില്ലാതെ ജീവിക്കത്തില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ ഇപ്പൊ എന്നോടുള്ള സ്നേഹം കുറഞ്ഞോന്ന് ചോദിക്കും. ഇത് കേട്ടെന്നും വർഷം പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ശ്രീകാന്തിനോടുള്ള സ്നേഹം കുറയോ? ഒരിക്കലും സ്നേഹം കുറയത്തില്ല എന്ന് പറയാം. ഓരോ ദിവസം വരുന്നവരും എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടമായിക്കൊണ്ടിരിക്കാന്ന് പറയണം. ശ്രീകാന്ത് പറഞ്ഞു, ഈ തള്ള എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ആ എന്താ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. അല്ല ഞാൻ പറഞ്ഞതാ, അത്ര വലിയ എന്നെ അങ്ങ് തള്ളി അങ്ങ് പൊക്കി വെക്കൊന്നും വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷിച്ചിരിക്കുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുക. ഈ സമയത്ത് സച്ചി ടെറസിന് മുകളില കിടക്കാനായിട്ട് മുറിയില്ലല്ലോ. കാരണം എല്ലാവരും ഓരോ മുറി എടുത്തു. രേവതിക്ക് സച്ചിക്ക് മാത്രം മുറിയില്ല. സച്ചി ആകപ്പാടെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെറസ കിടക്കുക. കിടന്നിട്ടാണ് ഉറക്കവും വരുന്നില്ല. എന്റെ ഭഗവാനെ ഇതെന്തൊരു അവസ്ഥയത്. തിരിഞ്ഞു കിടന്നു നോക്കി മറിഞ്ഞു കിടന്നു നോക്കി ഒരു രക്ഷയില്ല. ഒരു പായം തലവേണേ മാത്രമേ ഉള്ളൂ, ഒരു ഷീറ്റും ഉണ്ട്. പക്ഷെ ഇതെന്താ ഉറക്കം വരാതെ? സാധാരണഗതി ബെഡ് കണ്ടെത്താൻ ചാടിക്കിട കിടക്കുന്ന ഇന്നാണ് ഉറക്കം വരുന്നില്ല. ഇനി അവളുടെ ചെലപ്പ് കേൾക്കാഞ്ഞിട്ടാണോ ആ രേവതിയുടെ? മാനത്തേക്ക് നോക്കി കുറെ സമയം കിടന്നു. ഒരു രക്ഷയില്ല. എഴുന്നേറ്റിരുന്ന് നോക്കി, രക്ഷയില്ല. നടന്നു നോക്കി, ഉറക്കം വരുന്നില്ല. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ആ സമയം രേവതി ഹാളില് കിടന്നുറങ്ങുവാണ് ഒരു പാ പിരിച്ചിട്ട്. അങ്ങനെ രേവതി നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ക്ഷീണമുണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങൂലോ, കിടക്കുവാണ്. അവസാനം സച്ചിക്ക് നിവൃത്തിയില്ലാതെ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് വരുവാണ്. നേരെ ഹാളിലേക്ക് വന്നു. ഇപ്പൊ രേവതി തല വഴി മൂടി പൊതിച്ച് കിടക്കുവാണ്. രേവതി എന്ന് വിളിക്കുവാണ്. പെട്ടെന്ന് രേവതി ചാടി കണ്ണുറന്നു. എന്താന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നില്ലേ? പോയി കിടന്ന് ഉറങ്ങ സച്ചേട്ടാ, എനിക്ക് ഉറക്കം വരുന്നില്ല. പിന്നെ ഈ പാതിരാത്രി മനുഷ്യനെ കുത്തിയേപ്പിച്ച് വന്നിട്ട് ഉറക്കം വരുന്നെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതെ നീ ഉറങ്ങണ്ടെന്ന് പറയണം. പിന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറങ്ങണമെന്ന് പറയാം. എന്താ രേവതി, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതിന് സച്ചേട്ടന് ഉറക്കം വരുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഉറക്കളച്ചിരിക്കുന്നത്? അതിന്റെ കാര്യമുണ്ടോ? എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറയാം. ദേ രേവതി ബാ നമുക്ക് മോളിപ്പോന്ന് പറയണം. മോളിപ്പോവാൻ എന്തിന്? ദേ അമ്മ അച്ഛനങ്ങനെ എനിക്ക് വന്ന ഇതിന് പല ഒരു നാണക്കേട് വേറെ ഇല്ല. ഷോ അതിനൊന്നും അല്ല. പിന്നെ വാ മോളിപ്പാം, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാന്ന് പറയാം. സംസാരിച്ചോണ്ടിരിക്കാൻ സമയം എന്താണെന്നറിയോ? പാതിരാത്രി രാവിലെ എനിക്ക് എഴുന്നേക്കണ്ട. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്രമാത്രം ജോലി ഉണ്ടെന്നറിയോ? ഞാൻ മടുത്തിട്ടാ കിടക്കണം സച്ചേട്ടാ. ഞാൻ കുറച്ച് സമയം കൂടെ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് പറയാം. ദേ അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമില്ലല്ലേ? സ്നേഹമൊക്കെ ഉണ്ട് എങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയണം. ആ കയ്യിൽ അങ്ങനെ പിടിച്ചു വലിക്കുക. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിനെ പിടിച്ചെഴുന്നേപ്പിച്ചു. പിന്നീട് പായം തലോണയൊക്കെ എടുക്കുകയാണ്. അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പറഞ്ഞു, ആ വാട്ടർ ബോട്ടിലും കൂടെ എടുത്തോളാൻ പറയണം. വേണ്ട സച്ചേട്ടാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഒരു വ്യക്തി രേവതിനെ പിടിച്ചോണ്ട് പോവാണ്. അങ്ങനെ ടെറസിനെ അങ്ങോട്ട് ചെന്നു. ടെറസിനടച്ചെന്ന് സച്ചിയെ പാവിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാൻ പറയാം. എന്തിന്? എനിക്ക് ഉറക്കം വരുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാന്ന് പറയാം. സംസാരിച്ചോണ്ടിരുന്നത് എങ്ങനെ ശരിയാവുന്നേ? രാവിലെ എഴുന്നേറ്റ് എനിക്ക് പണി ചെയ്യണ്ടല്ലേ? രാവിലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ഒരു 10-11 മണിയാവും തീരുമ്പോൾ. പിന്നെ എന്റെ കൈയും കാലിനൊക്കെ നല്ല വേദനയുണ്ടെന്ന് പറയണം. ആണോ? അന്ന് ഞാൻ നിന്റെ കൈയും കാലും ഒക്കെ തിരുമ്മി തട്ടേന്ന് ചോദിക്കും. അതൊന്നും വേണ്ടാന്ന് പറയണം. ഈ സമയം സച്ചോ തെങ്ങ് നോക്കി മാനത്തേക്ക് നോക്കിയേ. എന്ത് രസവും നിലാവ് കാണാനായിട്ട്. അതെ സച്ചയുടെ നിലാവ് നോക്കി ആസ്വദിച്ചിരുന്നോളാൻ പറയാണ്. രവതി ഒരു കാര്യം നിന്നോട് പറയാം. നിനക്ക് ഇപ്പൊ ഈ ക്ഷീണം എന്താണെന്നറിയോ? നീ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യുന്നോണ്ടാ. നീ തന്നെ എന്തിനാ അടുക്കളയിലെ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കണം. അപ്പോഴേക്കും രേവതി പതുക്കെ അങ്ങനെ കിടക്കുവാണ്. സച്ചിയും കിടന്ന് പായലേക്ക്. പിന്നീട് രേവതി പറഞ്ഞു, രേവതി നീ തന്നെ അടുക്കള ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നീ മാത്രമല്ല ഇപ്പൊ പെണ്ണായിട്ടുള്ള, ബാക്കി 2 പേരും കൂടെ ഇല്ലേ? 2 അല്ല 3 പേരും കൂടെ ഇല്ലേ? അവരോടും കൂടെ പറ കൂടാനായിട്ട്. നിന്നെ കൊണ്ട് തന്നെ ഈ അടുക്കള ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറ. അത് പിന്നെ സച്ചേട്ടാ ഞാൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എന്ത് തന്നെ ചെയ്യണ്ടേ? അല്ല വേറെ ആരും ചെയ്യാൻ കയറത്തില്ലോ. പിന്നെ അപ്പൊ ഞാൻ തന്നെ വേണ്ട ചെയ്യാനായിട്ട്. അമ്മ ഓരോന്നൊക്കെ പറയത്തുള്ളൂ എന്ന് പറയണം. അതൊന്നും സാരമാക്കി എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ വാദോരെ സംസാരിച്ചോണ്ടിരിക്കുക. കുറെ സമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രേവതി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണം. ഇവള് കിടന്ന് ഉറങ്ങിയില്ലോ എന്ന് ഓർത്തിട്ട് സച്ചി പിന്നെ എന്ത് ചെയ്യാൻ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് രേവതിയെ നല്ലവണ്ണം തന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ്. കാരണം നല്ല കൊതുക് ശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രേവതിക്കാണ് ക്ഷീണം ഉള്ളതുകൊണ്ട് രേവതി അതൊന്നും ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. രേവതി കിടന്ന് ഒറ്റ ഉറക്കം കൂടെ ഉറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ
പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ രേവതി പതിവ് പോലെ അടുക്കളയിൽ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു. ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു, അല്ല ചായ ആയോന്ന് ചോദിക്കണം. ആ ചായ ആയി. എന്നാൽ ഞാൻ വർഷയ്ക്ക് ശ്രീകാന്തിനും കൊണ്ടേ കൊടുത്തിട്ട് വരട്ടെ എന്ന് പറയണം. അല്ലമ്മേ അത് പിന്നെ ശ്രീകാന്തിനും വർഷയ്ക്ക് എന്താ ഞാൻ കൊണ്ടേ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല? ഓ നീ ഉണ്ടാക്കി വെച്ചാൽ നിനക്ക് തന്നെ കൊണ്ടേ കൊടുക്കാനായിരിക്കും. അതല്ലമ്മേ വർഷ, അതെ എനിക്ക് കൊണ്ടേ കൊടുക്കാൻ അറിയാം വർഷയ്ക്ക്. ഇപ്പൊ നീ കൊണ്ടേ കൊടുക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വലിയ ആളും കളിച്ചോണ്ട് ചായ എടുത്തോണ്ട് നേരെ ശ്രീകാന്തിന്റെ മുറിയിലേക്ക് ഇല്ല. അപ്പൊ മുറി പകുതി തുറന്നു കിടക്കുമായിരുന്നു. കഥയാൻ മുട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും മുറി അങ്ങ് തുറന്നു നിന്നു. നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് സാരിയും മടക്കിക്കൊണ്ട് നിൽക്കുന്നു വർഷയുടെ. ഇതെന്താടാന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമതി പെട്ടെന്ന് ചെല്ലുവാണ്. അല്ലമ്മ അത് പിന്നെ ഞാന്, ഇതെന്താടാ നീയാണോ ഈ സാരിയൊക്കെ അവളുടെ മടക്കുന്നേ? അല്ല അത് പിന്നെ ഞാന് കാര്യം പറയടാ. അത് പിന്നെ അവള് രാവിലെ പോയതുകൊണ്ട്. പോയോ? അവൾ എങ്ങോട്ട് പോയി? അത് അവള് രാവിലെ പോയമ്മേന്ന് പറയണ. എന്നിട്ട് എന്താടാ എന്നോടൊരു വാക്ക് പോലും പറയാത്തേ? എന്നിട്ട് നീ ഇതുവരെയായിട്ട് ഈ വീട്ടിൽ ആരോടും പറഞ്ഞില്ല? തീമേ നിനക്ക് പറയേണ്ട കാര്യം ചോദിക്കുവാണ്. വേണമെങ്കിൽ പോയതാണെങ്കിൽ പറയേണ്ട കാര്യമല്ലേ? തീമ ഇനി എന്ത് ചെയ്യും ഭഗവാനെ? കോടികളാണല്ലോ പോയത് എന്നോർത്തൊരു ചന്ദ്രമതി ചങ്കത്തടിച്ച് നിലവിളിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.